നമ്മുടെ കൗൺസിലുണ്ടായ വിഷയം, അതായത് മുകളില് പ്രസ് വർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് പൊളിക്കണം എന്നുള്ളൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൗൺസിൽ കൂടി നമ്മൾ മെയിൽ തന്നെ കൗൺസിൽ കൂടി. അപ്പോൾ സെക്രട്ടറി 49B പ്രകാരം നടപടിയായിട്ട് പോകുമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മൾ 49B പ്രയോഗിച്ച് ചെയ്യുമ്പോൾ വീണ്ടും കൗൺസിൽ കൂടണം. ആ വിഷയത്തിൽ തന്നെ അതനുസരിച്ചിട്ട് കൗൺസിൽ കൂടെ ഉണ്ടായി. അതില് ഭൂരിപക്ഷ അഭിപ്രായം അത് പൊളിക്കണ്ട എന്നുള്ളതിൽ, അതായത് അതിനെതിരെ പൊളിക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗരസഭയുടെ നമ്മൾ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതാണ്, നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെതിരെ ഓംബുഡ്സ്മാന്റെ വിധി അതിനെ ചലഞ്ച് ചെയ്യുന്നതിനായിട്ട് അപ്പീൽ പോകാം എന്നുള്ള ഭൂരിപക്ഷ അടിസ്ഥാനത്തിലുള്ള തീരുമാനം അനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെ ആ തീരുമാനം എടുത്തു. പക്ഷെ സെക്രട്ടറി പറഞ്ഞു 49B പ്രയോഗിച്ചത് കൊണ്ട് സർക്കാരിലേക്ക്, അതാണ് അതിന്റെ നടപടിക്രമം, അത് അറിയിക്കാൻ പറഞ്ഞു. അറിയിച്ചു, സെക്രട്ടറി അത് അറിയിച്ചിട്ടുണ്ട് സർക്കാരിലേക്ക്. പക്ഷെ 49B പ്രയോഗിക്കുമ്പോൾ 15 ദിവസത്തിനുള്ളിൽ സർക്കാരിൽ നിന്ന് ഒരു മറുപടി വന്നില്ല എങ്കിൽ കൗൺസിൽ എടുത്ത തീരുമാനം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം സെക്രട്ടറിക്കുണ്ട്. അതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ആ 15 ദിവസം എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പീൽ പോയിരിക്കുന്നത്. അപ്പീൽ പ്രകാരം അതിനെതിരെയാണ് സെക്രട്ടറി. പക്ഷെ പരാതിക്കാരന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നത്. നമ്മള് നഗരസഭയുടെ സെക്രട്ടറിക്കെതിരെ നഗരസഭയുടെ ചെയർപേഴ്സൺ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം നഗരസഭയുടെ സെക്രട്ടറിയായി അധികാരത്തിലേക്ക് വന്നിട്ട് 1 വർഷക്കാലം. ആ 1 വർഷക്കാലം ഒരു നഗരസഭാ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും യാതൊരു ഗുണങ്ങളും ഉണ്ടായിട്ടില്ല. നഗരസഭയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അദ്ദേഹം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചകൾ, ആ വീഴ്ചകൾ ഒന്നൊന്നായി തട്ടിയാണ് അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. പറവൂർ നഗരസഭാ സെക്രട്ടറിക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൺ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ആ കാരണം കാണിക്കൽ നോട്ടീസിൽ ഒരു കാരണം അദ്ദേഹം മേശയിൽ അടിച്ചു എന്നുള്ളതാണ്. അത് വല്ല കൊതുകോ എന്തെങ്കിലും വന്നിരുന്നിട്ടായിരിക്കും അദ്ദേഹം മേശയിൽ അടിച്ചത്. പക്ഷേ ഈ മുനിസിപ്പൽ സെക്രട്ടറി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ആദ്യത്തെ പോസ്റ്റിംഗിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിനെതിരായി യാതൊരുവിധ അഴിമതി ആരോപണങ്ങളും ഈ നഗരസഭയുടെ ഒരു കൗൺസിലിൽ പോലും നാളിതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല. നഗരസഭാ സെക്രട്ടറി എന്ന നിലയിൽ ഭരണസമിതിയുമായി ചേർന്ന് നഗരഭരണം സുഗമമാക്കാൻ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വവും കടമയുമാണ്. മറിച്ച് നഗരസഭാ കൗൺസിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ആ തീരുമാനങ്ങൾ എങ്ങനെ അട്ടിമറിക്കാം എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. മറ്റേതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അത്തരം പോരായ്മകൾ അദ്ദേഹവുമായി ചർച്ച ചെയ്ത് പരിഹരിച്ച് ഒരു KAS-കാരനായ ഉദ്യോഗസ്ഥനെ നിലനിർത്തേണ്ടതിന് പകരം അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ വളരെ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. കൊറി എഴുതി നഗരത്തിലെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന നടപടിയും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. ഇപ്പോൾ തന്നെ നഗരസഭയുടെ മുകളിൽ ഒരു ട്രസ് വർക്ക്, അതായത് വെതർ പ്രൊട്ടക്ഷൻ, അതിനുവേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു താൽക്കാലികമായ ഒരു ഷെഡ്, ആ ഷെഡിനെതിരെ ആക്ഷേപം ഉണ്ടായപ്പോൾ അത് ഓംബുഡ്സ്മാനിലേക്ക് പോയ പരാതി, ഓംബുഡ്സ്മാനിൽ വന്നിട്ടുള്ള അതിൻ്റെ ഉത്തരവ്, ആ ഉത്തരവിനെതിരെ നഗരസഭ ഹൈക്കോടതിയിൽ പോകാൻ തീരുമാനിച്ച ആ കൗൺസിൽ തീരുമാനത്തിന് വ്യത്യസ്തമായി അദ്ദേഹം നിലപാട് സ്വീകരിച്ചു. കൗൺസിൽ തീരുമാനത്തിന് വ്യത്യസ്തമായി അദ്ദേഹത്തിന് അഭിപ്രായം പറയാം. 49B, ആ 49B പ്രകാരം സെക്രട്ടറിയുടെ വിയോജിപ്പ് ഉണ്ടെങ്കിൽ ആ സെക്രട്ടറിയുടെ വിയോജിപ്പിനെ വീണ്ടും നഗരസഭയുടെ കൗൺസിൽ പരിശോധിക്കണമെന്നാണ്. വീണ്ടും നഗരസഭയുടെ കൗൺസിൽ ആ വിഷയത്തിൽ വീണ്ടും അജണ്ട വെച്ചു, ചർച്ച ചെയ്തു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോകണമെന്ന് തന്നെ നഗരസഭയുടെ കൗൺസിലിന്റെ ഭൂരിപക്ഷ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ചെയർപേഴ്സണും അദ്ദേഹം നഗരസഭാ സെക്രട്ടറി അതിൽ പങ്കാളിയാകാതിരുന്നപ്പോൾ നഗരസഭയുടെ എന്തിനു കൂടി ഉൾപ്പെട്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം സർക്കാരിലേക്ക് എഴുതിയ കത്തിന്
15 ദിവസത്തിനുള്ളിൽ മറുപടി വന്നില്ല എങ്കിൽ സെക്രട്ടറി അതിന് ആ തീരുമാനം നടപ്പിലാക്കണമെന്നാണ് മുനിസിപ്പൽ ആക്ടും ചട്ടവും പറയുന്നത്. അപ്പോ ദൈനംദിന നഗര ഭരണത്തിന്റെ പ്രവർത്തനങ്ങളിൽ വിഘാതം സൃഷ്ടിച്ച് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് പോലും ഫയലിൽ അനാവശ്യമായി നോട്ട് എഴുതുന്നു, അനാവശ്യമായി മെമ്മോ കൊടുക്കുന്നു. അങ്ങനെ സഹജീവനക്കാരെ പോലും അദ്ദേഹം ഹരാസ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നഗരസഭാ കൗൺസിലിന് വേണ്ടി ചെയർപേഴ്സൺ ഇടപെടേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ നടക്കുന്ന ദുരൂഹത നിറഞ്ഞ പല കാര്യങ്ങളും, ഇവിടെ നടക്കുന്ന അഴിമതികൾ, ഈ അഴിമതികൾക്കൊന്നും മുനിസിപ്പൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹം കൂട്ടുനിൽക്കാൻ തയ്യാറല്ല. ആ അഴിമതി കഥകൾ ഓരോന്നോരോന്നായി വെളിച്ചത്ത് വരുമ്പോ ഭരണ നേതൃത്വം വല്ലാതെ വിരളി പിടിക്കുന്നു. ആ അതുകൊണ്ടാണ് ബഹുമാന്യനായ സെക്രട്ടറിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഉചിതമായ മറുപടി നൽകാമല്ലോ. ആ മറുപടിക്ക് ശേഷം നഗരസഭാ കൗൺസിൽ ഭാവിയിലേക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കും. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത സെക്രട്ടറിയെ എങ്ങനെയെങ്കിലും നഗരസഭയിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കാനുള്ളതിന്റെ ശ്രമമായിട്ടാണ് ഇപ്പോ അദ്ദേഹത്തിനെതിരെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ആ കാരണം കാണിക്കൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും വിചിത്രമായ കാര്യങ്ങളാണ്. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാം, അദ്ദേഹത്തിന് അവകാശമുണ്ട്. അങ്ങനെ ചൂണ്ടിക്കാണിച്ച് പോകുന്നതിലും മേശയ്ക്ക് ചുറ്റിയത് സംസാരിച്ച് പോകേണ്ടതിന് പകരം അദ്ദേഹം നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലെ പിടിച്ച് ഭീഷണിപ്പെടുത്തുന്നു വക്കീലിന്. അതെല്ലാം ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നിന്ന് ആർക്ക് കത്ത് വിടണമെങ്കിലും മുനിസിപ്പൽ സെക്രട്ടറി കത്ത് വിടങ്ങി നഗരസഭാ ചെയർപേഴ്സൺ അറിയിക്കണം. അതിന്റെ കോപ്പി നഗരസഭ അനുവാദം ഇല്ലെങ്കിൽ പോലും നഗരസഭാ ചെയർമാനെ കൂടി അറിയിച്ച് ഈ നഗരസഭയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഗവൺമെന്റിലേക്കാണെങ്കിലും സ്റ്റാൻഡിംഗ് കൗൺസിലാണെങ്കിലും ആർക്കാണെങ്കിലും കത്ത് കൊടുക്കുമ്പോൾ അതൊരു പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും പരസ്പര ധാരണയുമാണ്. ആ ധാരണയില്ലായ്മയാണ് ബഹുമാന്യനായ സെക്രട്ടറിക്കെതിരെ ഇങ്ങനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കേണ്ട ഗതിയിലേക്ക് ഭരണ നേതൃത്വത്തിൽ എത്തിച്ചിട്ടുള്ളൂ. ഇന്നലെ വരെ ഈ സെക്രട്ടറിയെ കൊണ്ട് വഴിവിട്ട് പല കാര്യങ്ങളും ചെയ്യിക്കാൻ ശ്രമിച്ച പല ഭരണപക്ഷ കൗൺസിലർമാരും അത് നടക്കാതായപ്പോ ബഹുമാന്യായ ചെയർപേഴ്സണിൽ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തിനെതിരായി കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തതായിട്ടാണ് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തികച്ചും തെറ്റായ ഒരു നടപടിയാണത്. അഴിമതിയിലേക്ക് ഈ നഗരസഭയെ വീണ്ടും അഴിമതിയിലേക്ക് നയിക്കാനുള്ള ചില ഭരണപക്ഷത്തെ പ്രമുഖന്മാരുടെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവം.